വിക്കറ്റ് എടുക്കാത്ത ബൂമ്രയും ആക്സലറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടിയ വിരാട് കോഹ്ലിയും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ സിംബോളിക്കായിട്ട് എടുത്തതാണ്. വിരാട് കോഹ്ലി അതിവേഗത്തിൽ റണ്ണടിച്ചില്ലെങ്കിലും ആർ സി ബിയുടെ മറ്റ് ബാറ്റർമാർ അത് കവർ ചെയ്ത് കിടിലനായിട്ട് ആ ബാറ്റിംഗ് പിച്ചിൽ 240 അടിച്ചു. ഈ ബാറ്റിംഗ് പിച്ച് എന്ന് പറയുമ്പോൾ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്താണ് ആർ സി ബി. രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവന് തീർച്ചയായിട്ടും അവിടെ എല്ലാ ആനുകൂല്യവുമുണ്ട്. ഡ്യൂ കൂടി വരുമ്പോൾ എളുപ്പമാവും കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ആർ സി ബിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ആ ഗ്രൗണ്ടിൽ അന്ന് വരെ പിറതയിൽ ഏറ്റവും വലിയ സ്കോർ അടിക്കുക എന്നുള്ളതാണ്. അതവർ സക്സസ്ഫുള്ളി ചെയ്തു. അതവർ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തു. മറുഭാഗത്ത് ബൂമ്രയ്ക്ക് വിക്കറ്റില്ല. പിന്നെ ഹിറ്റ്മാന് വേഗത്ത് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം കയറിപ്പോയി. പരിക്ക് കാരണം കയറിപ്പോയതാണ്. എന്തായാലും മികച്ച രൂപത്തിൽ ചേസ് ചെയ്ത് കളി പിടിക്കാൻ പറ്റിയില്ല. വമ്പൻ ടീമുണ്ടായിട്ട് മുംബൈ തുടരെ പൊട്ടുന്നു. എന്നാൽ വർദ്ധിത വീര്യവുമായിട്ട് ആർ സി ബി കുതിച്ചു പായുന്നു. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൂമ്രയുടെ കാര്യം 122 പന്തുകളായി IPL അദ്ദേഹത്തിന് ഒരു വിക്കറ്റുമില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ക്വാളിഫയറിൽ അവർ തോറ്റ കളി കൂടി കൂട്ടണം. അതടക്കം 5 കളികളായിട്ട് അദ്ദേഹത്തിന് വിക്കറ്റുകളില്ല. 2025 അഹമ്മദാബാദിൽ PBKസിനെതിരെ 40 റൺസ് വിക്കറ്റ്ലെസ്സായി. പിന്നെ KKRനെതിരെ ഈ സീസണിൽ 35 റൺസ് വിക്കറ്റ്ലെസ്സാണ്. DCക്കെതിരെ ഈ സീസണിൽ 21 റൺസ് വിക്കറ്റ്ലെസ്സാണ്. ഗോഹട്ടിയിൽ RRനെതിരെ 32 റൺസ് വിക്കറ്റ്ലെസ്സാണ്. RCBക്കെതിരെ ഇന്നലെ വാങ്കഡയിൽ 35 റൺസ് വിക്കറ്റ്ലെസ്സാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ IPL കരിയറിൽ ഏറ്റവും ലോങ്ങസ്റ്റ് വിക്കറ്റ്ലെസ് സ്ട്രീക്കാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് കോഹ്ലിയുടെ കാര്യത്തിൽ അദ്ദേഹം ഇന്നലെ 38 പന്തിൽ നിന്നാണ് 50 റൺസ് അടിച്ചത്. അദ്ദേഹം തന്നെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. വേണ്ട വിധത്തിൽ സ്കോർ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്തതിൽ 131.58 സ്ട്രൈക്ക് റേറ്റിൽ 38 പന്ത് 50 വിരാട് കോഹ്ലി അടിച്ചപ്പോൾ ബാക്കി ബാറ്റർമാർ 83 പന്തുകളിൽ നിന്ന് 177 റൺസാണ് അടിച്ചത്. ബാക്കിയുള്ളവരുടെ സ്ട്രൈക്ക് റേറ്റ് 213.25 ആണ്. അതാണ് ആർ സി ബിയും MIയും തമ്മിൽ ഇപ്പോഴുള്ള വ്യത്യാസം. ഇന്നലെ ഹാർദിക് പറഞ്ഞ പോലെ ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട സമയമായിരിക്കുന്നു MIക്ക്.